സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ടോ? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികസനവും മുന്നോട്ട് വയ്ക്കാതെ ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുത്ത പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ തോറ്റത് നന്നായി. കാരണം എനിക്കിപ്പോൾ ഒരു പോസ്റ്റ് വന്നത് ഇങ്ങനെയാണ്: അടുത്ത ദിവസം തീർച്ചയായിട്ടും വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്, ഒരു സംശയമില്ല. UDF-നെ ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹം ഒരാൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവും. ഹൈക്കമാൻഡ് എന്തൊക്കെ തീരുമാനിച്ചാലും ആ പേരിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്ത് നമ്മുടെ ഇദ്ദേഹത്തിന് പേരുണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല വിചാരിക്കുന്നു. എന്തായാലും തൊട്ടടുത്ത ദിവസം മുതൽ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ളതാണ്. നോക്കൂ, അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒന്ന് ആശാ വർക്കർമാരുടെ ഒരു ശമ്പളത്തെ കുറിച്ചിട്ടായിരുന്നു. ഒരു വലിയ സമരം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇലക്ഷൻ്റെ അന്ന് ഒക്കെ നമ്മൾ ആ സമരം അവർ പോയിട്ടില്ല. എന്തായാലും ആശാമാർക്ക് അന്ന് അവർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് 21,000 രൂപ ശമ്പളമായിരുന്നു. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്യാബിനറ്റ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരുപക്ഷെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒപ്പുവെക്കാൻ പോകുന്നത് ആ ഫയലായിരിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 21,000 രൂപയാണ് ആശാമാർക്ക് ശമ്പളമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് മേഖലയിൽ മറ്റും വർക്ക് ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അവരും സമരം വിളിച്ചിരുന്നു. ഏതൊരു മന്ത്രിയൊക്കെ മുന്നിലൂടെ പോകുമ്പോൾ, റിയാസ് മിനിസ്റ്ററൊക്കെ മുന്നിലൂടെ പോകുമ്പോൾ കൂക്കി വിളിക്കുക കടക്കൊക്കെ ചെയ്തിരുന്നു. അവർക്ക് ശമ്പളമായിട്ട് മാറ്റണമെന്ന് ഇവരൊക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ UDF അടക്കം അംഗീകരിക്കുന്നത് 40,000 രൂപ അവരെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്നാണ്, 40,000 രൂപയാക്കി മാറ്റുമെന്നാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ 40,000 രൂപയായിട്ട് അവർക്ക് ശമ്പളം കിട്ടാൻ പോകുന്നു. സന്തോഷിക്കേണ്ട കാര്യമാണ്. 100% ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിണറായി വിജയൻ തോറ്റൊക്കെ നന്നായി, അല്ലെങ്കിൽ LDF-യുടെ തോറ്റ നന്നായി. കാരണം ഇതൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇനി അതിൻ്റെ അടുത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് KSRTC-യിലെ സ്ത്രീകളുടെ ഫ്രീ ആയിട്ടുള്ള യാത്രയാണ്. നോക്കൂ, നാളെ മുതൽ നമ്മുടെ വീട്ടിലത്തെ അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, കുട്ടികൾക്ക് KSRTC-യിൽ ചുമ്മാ കയറി കുത്തിരുന്നാൽ മതി. അവർക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ തോന്നി, ഇതാ ഗംഭീര സ്വിഫ്റ്റ് ബസ്സാ വരുന്നു, അടിപൊളി, ചുമ്മാ കയറി കുത്തിരിക്കുക, AC ബസ്സാ വരുന്നു, കയറി കുത്തിരിക്കുക. എങ്ങണ്ടാ? തിരുവനന്തപുരത്തേക്കാ. ആ തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞിട്ട് ചിലവ് മറ്റൊക്കെ നോക്കിയാൽ മതിയെന്നേ. ഒന്ന് ടൂർ പോകണമെങ്കിൽ ചുമ്മാ അവിടേക്ക് എന്താണ് നമ്മുടെ മൂന്നാർക്ക് പോകുന്ന ബസ്സുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ കയറി കുത്തിരിക്കുക. വളരെ ഈസി അല്ലേ? ഒപ്പം തന്നെ മറ്റുള്ളവർക്കും വളരെ ചിലവ് വളരെ കുറവായിരിക്കും, ഇല്ലയോ? വീട്ടിൽ 3 ആളുകളാണ്, അല്ലെങ്കിൽ 4 പേരാണ്. അതിൽ ഒരാളാണാണ്, ബാക്കിയുള്ള ഭാര്യയും മക്കളൊക്കെ പെൺകുട്ടികളും ഭാര്യയും പെണ്ണാണ്. അതുകൊണ്ട് ചുമ്മാ കയറി കുത്തിരുന്നാൽ മതി. ഒരാളുടെ പൈസ ചെലവ് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അപാരമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് ഇനി UDF-ന്റെ ഭരണകാലത്ത് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. ഇനി അതുമല്ലാതെ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ്, അതും അന്തരിച്ചു പോയ ആ ഒരു നല്ല നേതാവിൻ്റെ പേരിൽ, ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസാണ് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ ഹോസ്പിറ്റലൊക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ അവസ്ഥ അറിയാം, അല്ലയോ? അതൊക്കെ ഏകദേശം നിന്ന് പോയിരിക്കുന്നു, ഇൻഷുറൻസും മറ്റൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഓരോരുത്തർക്കും 25 ലക്ഷത്തിന് ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ പോവുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഭയങ്കര അധികം ആഹ്ലാദമുള്ള കാര്യമല്ലാതെ വേറെ എന്താണ്? അതൊന്നും പോരാഞ്ഞ് വെറും 2,000 മൂല്യമായി മാത്രമായ പെൻഷൻ തുക വർദ്ധിക്കാൻ പോകുന്നു, 3,000 ആകാൻ പോകുന്നു. ഇല്ലേ? വെറും 2,000 രൂപയല്ലേ കിട്ടുന്നത്? കഴിഞ്ഞ പിണറായി മന്ത്രിസഭ കഴിഞ്ഞു പോണ സമയത്ത് 2 മാസത്തെ ഒരുമിച്ചണ്ട് കൊടുത്തിട്ടാ പോയേ. ആയിക്കോട്ടെ, അത് നാട്ടിൽ നിന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാ, പക്ഷെ കിട്ടിയില്ല. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞാൽ 3,000 ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരയുടെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ ഇന്ദിരാ ഭാഗമായിട്ട് 3,000 രൂപ അടുത്ത മാസം മുതൽ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാൻ കേട്ടോ. ഒന്നും പോരാഞ്ഞ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ മാസവും പൈസ പെൻഷൻ അക്കൗണ്ടിൽ വരും. എങ്ങനെയാ? പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, ഡിഗ്രി വരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ച് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി അതും പോരാഞ്ഞ് ചെക്കന്മാരെ കാര്യം അതിഗംഭീര, വണ്ടി മോഡിഫിക്കേഷൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനൊക്കെ തീരുമാനം എടുക്കുന്നത്. വണ്ടി എത്രത്തോളം മോഡിഫിക്കേഷൻ നടത്താം, എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല, ഈ തീരുമാനങ്ങളും നിയമങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങ് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും വി.ഡി. സതീശൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് നടപ്പിലാക്കും. അപ്പോൾ അടുത്ത ദിവസം മുതൽ ചെക്കന്മാർക്ക് വണ്ടിയുമായിട്ട് അടുത്ത കടയിൽ പോവാം, എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം, ആ സൈലൻസറൊക്കെ എടുത്ത് മാറ്റി വലിച്ചെറിയാം, അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യാം, ഒരു കുഴപ്പം ഉണ്ടായില്ല.
എന്തായാലും തോന്നിയ പോലെ തന്നെ കാറും ബൈക്കൊക്കെ മോഡിഫൈ ചെയ്യാൻ ദുബൈയിലെ പോലെ. അടുത്തത് പിന്നെ ലോട്ടറി അടച്ചുപൂട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ലോട്ടറി കൊണ്ടാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് അടച്ചുപൂട്ടണം. മദ്യ ഷോപ്പുകൾ, ബാറുകളൊക്കെ കൂടുതലാണ്, അത് അടച്ചുപൂട്ടും. പിന്നെ വയനാട് ഒരു ചുരംപണിയുണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. മിക്കവാറും ആ ചുരംപണി നിർത്തിവെക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ K4-നെതിരെയും ഇവർ ഒരു കാലത്ത് സംസാരിച്ചിരുന്നു, അപ്പോൾ അതും ഇല്ലാണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഞാൻ കുറേയൊക്കെ മറന്നുപോയി. എന്തായാലും അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചെറിയ സംഗതികളൊക്കെ അടച്ചുപൂട്ടും, നിർത്തലാക്കും. അതിനെതിരൊക്കെ ഞങ്ങൾ എതിർക്കും. വയനാട് ചുരം പദ്ധതി, അതിനെതിരൊക്കെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ എതിർക്കട്ടെ. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്നതോ ഇനി നല്ല നാളുകളാണ്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ്. തൊട്ടടുത്ത ദിവസം മുതൽ ഇതിൽ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ഇത് ഞാൻ എടുത്ത് പറഞ്ഞു തരും കേട്ടോ. ഞാൻ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് പറഞ്ഞൊന്നുമല്ല. അവിടെ പ്രകടന പത്രികയുള്ള കാര്യങ്ങളാണ്, എൻ്റെ നെഞ്ചത്ത് കയറണ്ട. എന്തായാലും അടുത്ത ദിവസം മുതൽ കഴിയുമെങ്കിൽ ഈ വീഡിയോ സൂക്ഷിച്ചു വെക്കുക, ഓർമ്മയില്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. എന്തിനാണ്? ഇടയ്ക്ക് എടുത്ത് നോക്കണം. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയോ നമുക്ക് നോക്കണ്ടേ? വേണ്ടേ? ബൈ.